ഹലോ കുഞ്ഞുങ്ങളെ, നമുക്കിന്നൊരു എള്ളുണ്ട തയ്യാറാക്കാം. അതിനായി ഇത് കുറച്ച് വെള്ള എള്ളാണ്, തോല് കളഞ്ഞതായി വെള്ള എള്ളാണ്. ഇത് ചൂടാക്കിയെടുത്തു. എല്ലാം ഒന്നും നമുക്ക് വറുത്തെടുക്കാം. ഇത് കുറച്ച് ഗോതമ്പുണ്ട്, ഇത് നിലക്കടല, പൊരിക്കടല, ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് നാളികേരം, ഇത് ഡേറ്റ്സാണ്. ഡേറ്റ്സ് കുരുക്കളഞ്ഞെടുത്തു. ഇതൊന്ന് ചൂടാക്കി നെയ്യ് ചേർത്ത് ചൂടാക്കി എടുത്തതാണ് നാളികേരം. എല്ലാം വറുത്തെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഉരുളയാക്കി മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാം. പ്രമേഹക്കാർക്കൊക്കെ കഴിക്കാം. ഈ ഗോതമ്പ് ചേർക്കുമ്പോൾ ഹെൽത്തിയായ ഈ ലഡു തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇത് നമുക്ക് ഓരോന്നായി പൊടിച്ചെടുക്കാം. ഈ കടലയും നാളികേരവും എള്ളെല്ലാം പൊടിച്ചെടുത്തു. ചൂടാക്കിയത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്, അതാവട്ടെ. ഇത് ഡേറ്റ്സ് ഒന്ന് ഇടിച്ചെടുത്തതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് ഡ്രൈ ആയിരുന്നു, അതുകൊണ്ട് മിക്സിയിലിടാതെ ഒന്ന് ഇത് വെച്ചൊന്ന് ഉടച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്ത് എള്ളുണ്ട ഉണ്ടാക്കാം. ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇതുകൂടെ എല്ലാം കൂടെ നമ്മുടെ ലഡു റെഡിയായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും, പ്രമേഹക്കാർക്ക് പോലും കഴിക്കാം. ശർക്കര പാനി അവോയ്ഡ് ചെയ്ത് ഈ ഡേറ്റ്സ് കൂട്ടി ഉരുളിയാക്കിയാൽ എല്ലാവർക്കും കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. കൂട്ടുകാരെ, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്കും ചെയ്യണം. ബൈ.